ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചതാണ്. തിളപ്പിച്ച് വെച്ചത് രാവിലെ എടുത്തിട്ടാണ് ഇതുപോലെ തിളപ്പിച്ചത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നാക്കി അടിച്ചെടുക്കുകയാണ് ചെയ്തത്. നന്നാക്കി അടിച്ചെടുക്കുമ്പോൾ ഇതിന് വേണ്ട വെള്ളം, തേങ്ങാപ്പാൽ ആദ്യം പിഴിഞ്ഞത് മാറ്റി വെച്ചിട്ട് പിന്നെ പിഴിഞ്ഞെടുത്ത പാലാണ്. അധികം വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. ആവശ്യമായ വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇതുപോലെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാൻ നന്നാക്കി അരച്ചെടുത്തത്. ആദ്യം പിഴിഞ്ഞ് വെച്ച പാലാണിത്. ഈ പാല് മാറ്റി വെക്കാം. 4 ആണി ശർക്കര ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അത് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. ഈ ശർക്കര ഉരുക്കി എടുത്തതിന് ശേഷം ഈ ഉരുക്കിയ ശർക്കര വെള്ളം കൂടി ഈ അരച്ച് വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം ഈ വെള്ളം അരച്ച് വെച്ച ഉലുവയിലേക്ക് ചേർത്ത് കൊടുക്കണം. അരിച്ചൊഴിച്ചു കൊടുത്താൽ മതി. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര വെള്ളം ഒഴിക്കുമ്പോൾ ശർക്കര വെള്ളം അടിയിലും ഉലുവ അരച്ചത് മേലെ നിൽക്കുകയാണ് ചെയ്യുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കയ്യിലിട്ടിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കണം. നന്നാക്കി ഇളക്കി അടിയിലുള്ള ശർക്കരയും മേലെ നിൽക്കണ ഉലുവയും അരച്ചതും നന്നാക്കി യോജിപ്പിക്കണം. ഇളക്കിയിട്ട് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം അടിയിൽ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, അതിലാണ് വെച്ച് ഇത് ഇളക്കി കൊടുക്കുന്നത്. നന്നാക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ കളർ തന്നെ മാറി വരും. ശർക്കരൻ്റെ കളറ് ഇതിലേക്ക് ചേർന്ന് വരും. അപ്പോൾ അത് ശർക്കരൻ്റെ കളറ് കാണാൻ തുടങ്ങി. നല്ലപോലെ യോജിപ്പിക്കണം ഇളക്കിയിട്ട്. നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതൊരു വിധം തിളയ്ക്കാനാകുമ്പോൾ അതുവരെ നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കണം. തിളയ്ക്കാനാകുമ്പോൾ നമുക്ക് മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും ഇതുപോലെ നന്നാക്കി ഇളക്കണം. ഒരുവിധം തിളയ്ക്കാനായിട്ടുണ്ട്. തിളയ്ക്കാനാകുമ്പോഴാണ് തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും എല്ലാം കൂടി ഒരുമിച്ച് അടുപ്പത്ത് ഇളക്കിയിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് ഓരോന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. ഇനിയും നന്നാക്കി ഇളക്കണം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. നല്ലോണം തിളയ്ക്കണത്. തിളച്ചാൽ മതി, വേവാനൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ചെയ്യണേ. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. ഇതുപോലെ നിങ്ങളും വീഡിയോ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. പ്രായമില്ലാത്തവർ കഴിക്കണ്ട, പ്രസവിച്ചവർക്കും കഴിക്കുക. പ്രായമുള്ളവർക്കും മഴ പെയ്ത് സമയത്താണിത് കഴിക്കുന്നത്. നല്ല മഴ ഉള്ള തണുപ്പുള്ള സമയത്ത്, വെയിലെടുക്കുമ്പോഴല്ല, മഴ ഉള്ളപ്പോഴാണ്. തിരുവാതിര ഞാറ്റുവേലയിൽ മഴ ഉണ്ടാവും. ആ സമയത്തും കർക്കിടക മാസത്തിലും ഇത് കഴിക്കാൻ പറ്റും. ഒരുപാട് ദിവസമൊന്നും കഴിക്കേണ്ട. ഒരു 3 ദിവസം ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഒരുവിധം തിളയ്ക്കാനായിട്ടുണ്ട്. ഇങ്ങനെ തിളയ്ക്കാനായതിന് ശേഷമാണ് പാലൊഴിച്ചത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.